ഇയാള് കേരളത്തിലല്ലേ ജനിച്ചു വളർന്നത്? എങ്ങനെ ഇയാളുടെ കൂടെ കുടുംബമൊക്കെ ജീവിക്കുന്നത്? അല്ല, അവര് ആരും ജീവിക്കണു അവരുടെ കൂടെ? അവര് ഭാര്യ ഉണ്ടായിരുന്നു പോയല്ലോ. ഇയാള് പണ്ടാരാണെങ്കിൽ പോയാൽ അല്ല മണ്ടെന്ന് എന്താ പറ്റിയത്? ആ റിപ്പോർട്ടിൽ ഒരു ചെറിയ മിസ്റ്റേക്ക്, അതുകൊണ്ട് ലോകാവസാനിക്കൊന്നുമില്ലല്ലോ, ഒന്ന് തിരുത്തി എഴുതിയാ പോരെ. എന്റെ പൊന്നോ, ഓണാഘോഷം എന്ന് പറഞ്ഞാൽ ചെന്നപ്പോഴല്ലേ സിംഹം വന്ന പോലെ വന്നത് പിശാച്. എങ്ങനെ ഇവരാ ഫയല് തെറ്റിച്ച കലിപ്പിലല്ലേ നിൽക്കുന്നത്? മനഃപൂർവ്വം തെറ്റിച്ചൊന്നും അല്ലല്ലോ അത്. ഒന്നാമത്തെ അയാള് ചിരിക്കില്ല. ഒരു നോക്കിണ്ടോ അയാളുടെ ഫേസിൽ ഒരു ചിരിയില്ല. എനിക്ക് തോന്നുന്നതേ അയാൾക്ക് പല്ലില്ലാന്നാ തോന്നണേ. ആറ്റിറ്റ്യൂഡ് അത്. എന്റെ ഭാര്യ പറയണത് എന്റെ മൂക്കിന്റെ തുമ്പത്താ ദേഷ്യമൊന്നും. ഏറ്റവും ദേഷ്യമുള്ള ആള് ഞാനാണ്. ഭാര്യനെ കൊടുത്ത് 2 ദിവസം അയാളുടെ കൂടെ നിർത്തി നോക്കാം, അപ്പൊ അറിയാൻ പറ്റും. എന്റെ ഭാര്യ അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അയാൾക്കുടെ വിചാരം എന്താണ്? അയാൾ മാത്രം പരീക്ഷ എഴുതി പാസ്സായി വലിയ ആളായി എന്നുള്ളതാണോ? ആണോ? നമ്മളെന്താ ഈ ലോകത്തുനിന്ന് ജനിച്ചവരല്ലേ? ഇത് കള്ള സർട്ടിഫിക്കറ്റ് കൊടുത്ത് മേടിച്ച അതിന്റെ അഹങ്കാര ചെകുത്താൻ പിടിച്ച. ഇനി എങ്ങാനും അയാള് വലിയ ഭരിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ കത്തിയെടുത്ത് കുത്തി കൊല്ലു ഞാൻ ചെകുത്താനെ. ഇല്ല, ഇന്ന് ഭരിക്കാൻ വരില്ല അയാൾ. ഇല്ല, ഇനി ഭരിക്കാൻ വരില്ല. കാരണം ഭരണം മാറിയല്ലോ. നമ്മൾ ഇലക്ഷൻ ചെയ്ത് ഭരണം മാറി. പല്ലുണ്ട്. പല്ലുണ്ടോ? പല്ലുണ്ടോ? പല്ലുണ്ടോ ഇല്ലയോ എന്ന് ശ്യാമള പറയണം. എന്തേ ശ്യാമള പറയട്ടെ? ഉണ്ടോ? പല്ലുണ്ടല്ലോ. പല്ലുണ്ടല്ലേ? അപ്പൊ ആ കാര്യത്തിനൊരു തീരുമാനമായി. അത് പോട്ടെ. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഓണത്തെക്കുറിച്ച് എന്തോ നമ്മളൊരു ആഘോഷം നടത്തുന്നതിനെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചല്ലോ. അല്ല സാർ, അത് വേണ്ടെന്ന് വെച്ചു. സാർ, ഓണം ആഘോഷിക്കുന്നത് വലിയൊരു തെറ്റാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ആര് പറഞ്ഞു? എപ്പ പറഞ്ഞു? ക്യാബിനിൽ വെച്ച് ഞാൻ പറഞ്ഞതല്ലേ? അത് ഞാൻ മാറ്റി. നിങ്ങൾ അവിടുന്ന് ക്യാബിനിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഞാൻ ഈ ഓണത്തിന്റെ മഹത്വത്തെ കുറിച്ച് ആലോചിച്ചത്.